UDFിലേക്കുള്ള PV അൻവറിന്റെ കടന്നുവരവിൽ മൗനം പാലിച്ച് മാറി നിൽക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. അസോസിയേറ്റ് അംഗത്വം നൽകി മുന്നണിയിലെടുത്ത PV അൻവറിന്റെ നിയന്ത്രണം പൂർണ്ണമായും ലീഗിനെ ആയിരിക്കുമെന്നും പരോക്ഷ സൂചനയാണ് UDF മുന്നണി വിപുലീകരണത്തിന്റെ പ്രകടമായത്. LDFുമായുള്ള ബന്ധമുപേക്ഷിക്കൽ UDF പ്രവേശനത്തിനായുള്ള പൂഴിക്കടകൻ സ്വന്തം പാർട്ടി രൂപീകരണം മുതൽ തൃണമൂൽ കോൺഗ്രസ് വരെ എത്തിനിന്ന ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരീക്ഷയിലും തട്ടുകേടില്ലാതെയുള്ള നിലനിൽക്കൽ. ഈ ഘട്ടത്തിലും ലീഗ് നേതൃത്വവുമായുള്ള അന്തർധാര PV അൻവർ സജീവമാക്കി നിർത്തിയിരുന്നു. ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുന്നണി വിപുലീകരണത്തിലൂടെ UDFിലേക്കുള്ള അൻവറിന്റെ എൻട്രി പാസ്. അസോസിയേറ്റ് അംഗത്വമെന്ന നിലയിലാണ് അൻവർ മുന്നണിയിൽ കടന്നുകൂടിയതെങ്കിലും കോൺഗ്രസിനകത്തെ നേതാക്കൾക്ക് അൻവറിനെ നന്നായി അറിയാം. മുന്നണി ചർച്ചകളിൽ തുടക്കത്തിൽ അൻവറിന്റെ വായടപ്പിച്ച് കൂടെ നിർത്താനാകും നേതാക്കളുടെ ശ്രമം. മുന്നണിക്കകത്തു നിന്ന് പാർട്ടി വിമർശിക്കാൻ അൻവറിനെ അനുവദിക്കില്ല. മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും അൻവറിന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൻവറിനെ UDFിലേക്ക് എടുത്തത് ഒറ്റക്കെട്ടായ തീരുമാനമെന്ന് നേതാക്കൾ അവകാശവാദമുയർത്തുമ്പോഴും ചില എതിർസ്വരങ്ങൾ കൂടി ബാക്കിയാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തെ മുതിർന്ന നേതാക്കൾക്ക് അൻവറിന്റെ വരവ് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. ചില നേതാക്കൾ KPCC നേതൃത്വത്തെയും UDF നേതാക്കളുമായും ആശയവിനിമയം നടത്തിയിരുന്നു. എന്നാൽ ലീഗിന്റെ കടുത്ത സമ്മർദ്ദമാണ് കോൺഗ്രസിനെ മാറ്റി ചിന്തിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അൻവറിന്റെ നിയന്ത്രണം പരോക്ഷമായി ലീഗിന്റെ കൈകളിലായിരിക്കും. നിയമസഭാ സീറ്റുകളിൽ ഒന്ന് നൽകുമെങ്കിലും ഏതാണെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടുമില്ല. സീറ്റ് ചർച്ചകളിൽ ഇടഞ്ഞാൽ അതുപോലും പ്രതിപക്ഷത്തിന് ആയുധമാകുമെന്ന കണക്കുകൂട്ടലുള്ളതിനാൽ നിലവിൽ അസോസിയേറ്റ് അംഗത്വമെന്ന കത്രിക പൂട്ടിട്ട് അൻവറിനെ വരുതിയിൽ നിർത്തുമ്പോഴും മുന്നണി ചുമക്കുന്ന ബോംബിനെക്കുറിച്ച് ആശങ്കയിലാണ് നേതാക്കൾ. KB ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.